everyone, welcome to X and Y Learning. നമ്മൾ CM Kids സ്കോളർഷിപ്പ് 2026 വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. നമ്മുടെ സോഷ്യൽ സയൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ പാർട്ട് 2 ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോ ആദ്യത്തെ ചോദ്യം, മോസ്റ്റ് ഇമ്പോർട്ടന്റ് പർപ്പസ് ഓഫ് ഡ്രോയിങ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് ഓൺ ദ ഗ്ലോബ്. എന്താണ്? നമ്മുടെ ഗ്ലോബില് നമ്മൾ അക്ഷാംശ രേഖയും രേഖാംശ രേഖയും വരക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പർപ്പസ് എന്താണ്, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ യൂസ് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ എ, ഐഡന്റിഫൈ ദ അക്യുറേറ്റ് ട്രാവൽ റൂട്ട്. അതായത് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് കറക്റ്റ് യാത്രാ റൂട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, വഴികൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ബി എന്താണ്? ഐഡന്റിഫൈ ദ ഡയറക്ഷൻ. അതായത് നമുക്ക് നമ്മുടെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി, കാൽക്കുലേഷൻ ഓഫ് ടൈം. നമുക്ക് സമയം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സമയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ ഡി, ലൊക്കേറ്റ് ദ പൊസിഷൻ. നമുക്ക് പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമുക്കൊരു വസ്തുവിന്റെ എന്താണ് അതിന്റെ പൊസിഷൻ, സ്ഥാനം നിർണയിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. അപ്പൊ മക്കള് വേഗം പേപ്പറും പെന്നും എടുത്തിട്ട് ആൻസർ എന്താണെന്ന് ABCD ആൻസർ ഏതാണെന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. ഓക്കെ, ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, ലൊക്കേറ്റ് ദ പൊസിഷൻ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ഗ്ലോബില് അക്ഷാംശ രേഖയും രേഖാംശ രേഖയും, അതായത് ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും എന്തിനാണ് ഡ്രോ ചെയ്യുന്നത്? നമുക്ക് ഒന്നിന്റെ സ്ഥാനം, അതിന്റെ പൊസിഷൻ നിർണയിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോ എന്താണ് മക്കളെ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്? നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നതാണല്ലോ അല്ലെ. അപ്പൊ നമ്മുടെ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഓൾ പാരലൽ സർക്കിൾസ് ഫ്രം ദ ഇക്വേറ്റർ അപ് ടു ദ പോൾസ്. അതായത് നമ്മുടെ ഇക്വേറ്ററിൽ നിന്നും നമ്മുടെ പോൾസ് വരെയുള്ള പാരലൽ ആയിട്ടുള്ള സർക്കിളിനെയാണ് എന്ത് പറയുന്നത്? നമ്മള് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഭൂമധ്യരേഖയെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ കിഴക്ക് പടിഞ്ഞാറായിട്ട് വരയ്ക്കുന്ന കൽപ്പിത വരകളെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ അക്ഷാംശം എന്ന് പറയുന്നത്. ഇനി ലോഞ്ചിറ്റ്യൂഡ് എന്താണെന്ന് നോക്കാം. ലോഞ്ചിറ്റ്യൂഡ് എന്താണ്? ദ വെർട്ടിക്കൽ ലൈൻസ് റണ്ണിങ് നോർത്ത് സൗത്ത് ജോയിൻ ദ ടു പോൾസ്. ഓക്കെ, നമ്മുടെ രണ്ട് പോളുകളെ, നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും യോജിപ്പിച്ചിട്ട് നമ്മൾ നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് വരക്കുന്ന വേർട്ടിക്കൽ ലൈൻസിനെയാണ് എന്ത് പറയുന്നത്? ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മലയാളമാണ് രേഖാംശം. രേഖാംശം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ വടക്ക് തെക്കായിട്ട് വരയ്ക്കുന്ന കൽപ്പിത വരകളെയാണ് എന്ത് പറയുന്നത്? രേഖാംശം എന്ന് പറയുന്നത്. അപ്പോ അതിനിടയിൽ ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. ലാറ്റിറ്റ്യൂഡ്സ്, പ്രധാനപ്പെട്ട ലാറ്റിറ്റ്യൂഡ്സ് ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട അക്ഷാംശങ്ങൾ ഏതൊക്കെയാണ് മക്കളെ? പ്രധാനപ്പെട്ട ലാറ്റിറ്റ്യൂഡ്സ് ആണ് നമുക്ക് 0 ഡിഗ്രിയിലുള്ളതാണ് ഏത്? ഇക്വേറ്റർ എന്ന് പറയുന്നത്. അതായത് 0 ഡിഗ്രിയിൽ വരുന്ന പ്രധാനപ്പെട്ട അക്ഷാംശമാണ് എന്ത്? ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? 23.5 ഡിഗ്രി നോർത്തിൽ വരുന്നതാണ് ഏത്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ, അതായത് 23.5 ഡിഗ്രി നോർത്തിൽ വരുന്നത് ഏതാണ്? കർക്കടക രേഖ എന്നാണ് അതിന് മലയാളത്തിൽ പറയാ. ഓക്കെ, ഇനി 66.5 ഡിഗ്രി നോർത്തിൽ വരുന്നതാണ് ഏത്? ആർട്ടിക് സർക്കിൾ എന്ന് പറയുന്നത്. ആർട്ടിക് സർക്കിളിന്റെ മലയാളം എന്താണ്? ആർട്ടിക് വൃത്തം. ഓക്കെ, 66.5 ഡിഗ്രി നോർത്തിൽ വരുന്നതാണ് എന്ത്? ആർട്ടിക് വൃത്തം. ഇനി 90 ഡിഗ്രി നോർത്തിൽ വരുന്നത് നമ്മുടെ പോൾ, ഏത് പോളാണ്? നോർത്ത് പോളാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതേപോലെ നമുക്ക് സൗത്തിലോട്ടുണ്ട്. 23.5 ഡിഗ്രി സൗത്തിൽ വരുന്നതാണ് ഏത്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുന്നത്. 23.5 ഡിഗ്രി സൗത്തിൽ വരുന്നതാണ് നമ്മുടെ മകരരേഖ. ഓക്കെ, മലയാളം മീഡിയം കുട്ടികൾക്കുള്ളതാണ്. 66.5 ഡിഗ്രി സൗത്തിൽ വരുന്നത് അന്റാർട്ടിക് സർക്കിൾ. എന്താണ്? അന്റാർട്ടിക് വൃത്തം. ഇനി 90 ഡിഗ്രി സൗത്തിലാണെങ്കിൽ ഏതാ വരുന്നത്? സൗത്ത് പോൾ. ഓക്കെ, ഇനി അതേപോലെ നമുക്ക് എന്തുണ്ട്? ലോഞ്ചിറ്റ്യൂഡ്സ് ഉണ്ടല്ലേ. അപ്പൊ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് രേഖാംശങ്ങളാണ് ഏത്? 0 ഡിഗ്രിയിൽ വരുന്ന പ്രൈം മെറിഡിയൻ, അതായത് 0 ഡിഗ്രിയിൽ വരുന്ന പ്രധാന രേഖാംശം. ഇനി അതുപോലെ തന്നെ 180 ഡിഗ്രിയിൽ വരുന്ന ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ, അതായത് അന്താരാഷ്ട്ര തീയതി രേഖ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം എന്താണ്?
What was the important change that took place in Indian administration with the proclamation of Queen Victoria in 1858? അതായത് 1858 ക്വീൻ വിക്ടോറിയ പ്രൊക്ലമേഷനിലൂടെ നമ്മുടെ ഇന്ത്യൻ ഭരണത്തിൽ, ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ചേഞ്ചസ് ഏതൊക്കെയാണ്, അതായത് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് നമ്മുടെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, പൊളിറ്റിക്കൽ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യ, അതായത് നമ്മുടെ ഇന്ത്യയെ പൊളിറ്റിക്കലി എന്ത് ചെയ്തു, ഇന്റഗ്രേറ്റ് ചെയ്തു, ഒരുമിച്ച് കൊണ്ടുവന്നു. ഈ രണ്ടാമത്തത്, റൂളേഴ്സ് ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് റീഗെയിൻ ദെയർ പവർ, അതായത് നമ്മുടെ നാട്ടുരാജാക്കന്മാരുണ്ടല്ലോ, നാട്ടുരാജാക്കന്മാർക്ക് എന്ത് കിട്ടി, അവരുടെ പവർ തിരിച്ചു കിട്ടി, റീഗെയിൻ ചെയ്ത് അവർക്ക് വീണ്ടും തിരിച്ചു കിട്ടി. ഈ ഓപ്ഷൻ സി എന്താണ്, ബിഗിനിങ് ഓഫ് റിഫോം മൂവ്മെന്റ് ഇൻ ഇന്ത്യ, അതായത് നമ്മുടെ ഇന്ത്യയിൽ റിഫോം മൂവ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്തു. ഓപ്ഷൻ ഡി, ദ റൂൾ ഓഫ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കെയിം ടു ആൻ എൻഡ്, അതായത് നമ്മുടെ ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇത്രയാണ് നമ്മുടെ ഓപ്ഷൻസ്. അപ്പോ പ്രധാനപ്പെട്ട മാറ്റം 1858 ക്വീൻ വിക്ടോറിയ പ്രൊക്ലമേഷനിലൂടെ നമ്മുടെ ഇന്ത്യയിലെ ഭരണത്തിന് വന്ന പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്നാണ് ചോദ്യം. ആൻസർ എന്താണ് മക്കളെ നോട്ട് ചെയ്തോ? അപ്പൊ നമ്മുടെ ആൻസർ ആണ് ദ റൂൾ ഓഫ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കെയിം ടു ആൻ എൻഡ്, അതായത് 1858 ക്വീൻ വിക്ടോറിയ പ്രൊക്ലമേഷനിലൂടെയാണ് എന്ത് വരുന്നത്, പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞാൽ വിളംബരം ട്ടോ. അപ്പോ ക്വീൻ വിക്ടോറിയ ഒരു വിളംബരം നടത്തി, അതിലൂടെ വന്ന പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ക്വീൻ വിക്ടോറിയ 1858 ഇങ്ങനെ ഒരു വിളംബരം പുറപ്പെടുവിച്ചത്? അപ്പൊ അതിന്റെ കാരണമാണ് ദ റിവോൾട്ട് ഓഫ് 1857, അതായത് നമ്മുടെ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന 1857 കലാപം കാരണം, അല്ലെങ്കിൽ അതിലെ നമ്മുടെ സമരം കാരണമാണ് എന്ത് വരുന്നത്, ഈ ഒരു ക്വീൻ വിക്ടോറിയ പ്രൊക്ലമേഷൻ വരുന്നത്. ഈ ഒരു സമരത്തിലൂടെ എന്താവുകയാണ്, നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടല്ലോ, EIC, അവരുടെ വീക്ക്നെസ്, അവരുടെ റൂൾ ഒന്നും ശരിയല്ല, അവര് കറക്റ്റ് ആയിട്ടല്ല നമ്മുടെ ഇന്ത്യയിൽ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത്, ഭരിക്കുന്നത് എന്ന് എന്ത് സംഭവിച്ചു, ബ്രിട്ടനിലെ രാജവംശത്തിന് അല്ലെങ്കിൽ ബ്രിട്ടനിലെ ആളുകൾക്ക് മനസ്സിലാവുകയാണ്. അതോടുകൂടി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡിസൈഡഡ് ടു ടേക്ക് ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ഇന്ത്യൻ ടെറിട്ടറീസ്. അതുവരെ നമ്മുടെ ഇന്ത്യയെ ഭരിച്ചിരുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു, അല്ലെ? വ്യവസായത്തിന് വേണ്ടി വന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് അതുവരെ നമ്മുടെ ഇന്ത്യക്കാരെ നമ്മളെ ഭരിച്ചിരുന്നത്. അപ്പോ ഈ ഒരു കലാപത്തിലൂടെ, ഈ ഒരു 1857 റിവോൾട്ടിലൂടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മുടെ ഇന്ത്യൻ ഭരണത്തിൽ നേരിട്ട് ഇടപെടാം, നേരിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ കൺട്രോൾ എടുക്കാം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ അതിന്റെ ഫലമായിട്ടാണ് ബ്രിട്ടീഷ് പാർലമെന്റ് 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം പാസ്സാക്കുകയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858, അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ക്വീൻ വിക്ടോറിയ പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത്. ഇതിലൂടെ ഈ ഒരു ആക്ടിലൂടെ നമ്മുടെ ഇന്ത്യയുടെ അതോറിറ്റി എന്ത് ചെയ്യും, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ക്രൗൺ, അതായത് ബ്രിട്ടീഷ് രാജ്ഞിക്ക് കൈമാറുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഒന്നാമത്തെ കാര്യമാണ് എന്ത്, ട്രാൻസ്ഫർ ഓഫ് പവർ, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും നമ്മുടെ ഇന്ത്യയുടെ പവർ ആർക്ക് കൈമാറി, ബ്രിട്ടീഷ് ക്രൗണിന്, ബ്രിട്ടീഷ് രാജ്ഞിക്ക് കൈമാറി. അടുത്തത് എന്താണ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ, ഒരു പുതിയ ഒരു പുതിയ പൊസിഷൻ കൊണ്ടുവരികയാണ്. എന്താണ് പൊസിഷന്റെ പേര്, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ, അതുവരെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന പോസ്റ്റാണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ആ പോസ്റ്റ് മാറ്റിയിട്ട് എന്താക്കാണ്, വൈസ്രോയ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കൊണ്ടുവരികയാണ്. ഈ വൈസ്രോയ് എന്ന് പറയുന്ന പോസ്റ്റ് വരുമ്പോ എന്താണ്, അവര് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അല്ല, അവര് ബ്രിട്ടീഷ് ക്രൗണിന്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ വൈസ്രോയ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കൊണ്ടുവന്നു. നമ്മുടെ ആദ്യത്തെ വൈസ്രോയ് ആരാണ്, ലോർഡ് കാനിങ് ആണ്. ഒരു ക്വസ്റ്റ്യനുള്ള ചാൻസ് ആണ് കേട്ടോ. ലോർഡ് കാനിങ് ആണ് നമ്മുടെ ആദ്യത്തെ
ഇന്ത്യയുടെ വൈസ്രോയ് എന്ന് പറയുന്നത്. അതുപോലെ പ്രധാനപ്പെട്ട വേറൊരു പ്രൊവിഷനാണ് റീഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസസ്. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വഴിയാണ് നമ്മുടെ ഇന്ത്യൻ സിവിൽ സർവീസിൽ എക്സാം നടത്തിയിട്ട് ഇന്ത്യക്കാരെ കൂടി നിയമിക്കാം എന്നുള്ള തീരുമാനം ആയിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ടിൽ ദെൻ ബൈ.